അത് നമ്മൾ നോക്കിയിട്ടല്ലേ നമ്മളിത് ചെയ്യുള്ളൂ, അല്ലാണ്ട് നമുക്ക് നിൽക്കില്ലല്ലോ. കാലുവണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്കത് സുഖമായിട്ട് പവർ കുറവായിരിക്കും. Hey, hello guys, welcome back to our YouTube channel Revoke Vlogs. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലെ കുഞ്ഞനാണെന്ന് കരുതിയാലും കുഞ്ഞന്റെ കൂട്ടത്തിലെ കരുത്തനായിരിക്കുന്ന ഇൻട്രാ V70 പിക്കപ്പിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻട്രാ V70 എന്ന് പറയുന്ന വാഹനം പലതരത്തിലുള്ള ഉപകാരങ്ങൾക്ക് ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർബിൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സിമെന്റിന്റെ ചാക്കുകൾ കൊണ്ടുപോകാൻ, അതുപോലെ പാൽ പാത്രങ്ങൾ, മിൽക്കിന്റെ ക്യാൻസ്, പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക് സപ്ലൈസ് എന്ന് വേണ്ട അങ്ങനെ ഒട്ടനവധി പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു ഇൻട്രാ V70 ആളുകൾ ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈ കോഴിക്കോട് ഫറൂഖിലുള്ള ഫൈസൽ ഇക്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. സോ ഇക്കയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വാഹനം എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇക്കയുടെ ബിസിനസ്സിന് ഈ ഒരു വാഹനം എന്തുമാത്രം ഉപകാരപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും ഫൈസൽ ഇക്കാനെ നമ്മുടെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഫൈസൽ ഇക്ക, വെൽക്കം. ഫൈസൽ ഇക്ക, വെൽക്കം. ഇതാണ് ഞാൻ പറഞ്ഞ ഫൈസൽ ഇക്ക. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈസൽ ഇക്കയോട് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആദ്യമേ തന്നെ ഫൈസൽ ഇക്കയുടെ ബിസിനസിനെ പറ്റി ചോദിച്ചു നോക്കാം. അപ്പോൾ അറിയാം ഏകദേശം ഈ ഒരു വാഹനം എങ്ങനെയാണ് ഫൈസൽ ഇക്കക്ക് ഉപകാരപ്പെട്ടതെന്ന്. ഫൈസൽ ഇക്ക, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഫൈസൽ ഇക്കയുടെ ബിസിനസിനെ പറ്റി ഏകദേശം ഒരു ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ ഞാൻ പെയിന്റിന്റെ ഷോപ്പാണ്. ഞാനും വേറെ എൻ്റെ ഫ്രണ്ടും കൂടെ പാർട്ണർഷിപ്പ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ ഞങ്ങളിതിൻ്റെ മുന്നേ വേറെ വണ്ടിയായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ഞങ്ങൾ V30 എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് 3 V30 ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലോഡ് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടുതൽ ലോഡ് കയറ്റാന്നുള്ള നിലക്കാണ് ഇത് ഇറങ്ങിയപ്പോൾ V70 ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബുക്ക് ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടി മറ്റുകാരുടെ ഡബിൾ ഏകദേശം ഇതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വയനാട് ഭാഗത്തേക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് സെയിൽ അങ്ങോട്ടുള്ളതാണ്. അതെ അതെ അതെ. അപ്പോൾ ദിവസം ഒന്ന് പവർഫുൾ പിക്കപ്പും കാര്യങ്ങളും. അപ്പൊ എന്തായാലും അതാണ് ഫൈസൽ കാർഡ് ബിസിനസിനെ പറ്റി, പെയിന്റിന്റെ ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് ചോദിച്ചു നോക്കാം. ഫൈസൽ കാർഡ് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഓടിക്കുന്ന ടൈമിൽ? ഇച്ചിടത്തോളം അതിനാറ് ഒന്നുകൂടി പിന്നെ അകത്തിരിക്കുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയുണ്ട്? നല്ല രസമാണ്. ഒരു മടുപ്പ് നമ്മൾ നോക്കിയിട്ടല്ലേ നമ്മളിത് ചെയ്യുള്ളൂ, അല്ലാണ്ട് നമുക്ക് നിൽക്കില്ലല്ലോ. അതെ അതെ, മടുപ്പ് മുഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത് ചോദിക്കാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു ക്യാബിന്റെ അകത്തുള്ള കംഫോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു ക്യാബിൻ കംഫോർട്ട് നിങ്ങൾക്ക് നല്ല സ്പേസ് ഉണ്ടല്ലേ? ഞങ്ങള് ഈ സ്പേസ് പറഞ്ഞാൽ ഇത് രണ്ടുപേർക്ക് പറഞ്ഞാല് രണ്ടുപേരാണ് സാധനം ചെയ്യാം. പക്ഷെ ഒരാൾക്കും കൂടി ഇതിൽ മൂന്നാൾക്ക് ശരിക്കും പിന്നെ ഒരാൾക്ക് ജസ്റ്റ് കിടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് റെസ്റ്റ് എടുക്കും. നല്ല വളരെയധികം വലിയൊരു ക്യാബിൻ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഓടിക്കാനൊക്കെ ആണെങ്കിൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളവൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഇവിടെ വരുന്നോണ്ട് ഇവിടെ 3 പേർക്ക് എന്തായാലും കുഴപ്പമില്ല, കയ്യെത്താൻ ദൂരത്തിൽ തന്നെയാണ് ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് കൊണ്ട് ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളും തന്നെ വരുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് ലോക്ക് ചെയ്യാൻ പൈസയും കാര്യങ്ങളൊക്കെ ഓക്കെ, പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് സാധിക്കും. എന്തായാലും പുത്തൻ വാഹനമായതുകൊണ്ടാണ് ഈ ഒരു സീറ്റ് കവർ പോലും മറച്ചു കളയാതെ
ഒരാള് നമുക്ക് ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോ തന്നെ നേരെ വാഹനം എടുത്തുകൊണ്ട് ഫൈസൽക്ക നമ്പർ കണ്ടില്ല മഞ്ഞൊക്കെ അടിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള പുത്തൻ വാഹനം തന്നെ എടുത്തുകൊണ്ടാണ് ഫൈസൽക്ക വന്നത്. പിന്നെ ഫൈസൽക്ക നമ്മുടെ ഒരു വാഹനത്തില് മൈലേജിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്ത് മൈലേജ് കിട്ടും നമുക്ക്? മൈലേജ് ഒരു 14-13 റേഞ്ചിൽ കിട്ടും. അതുപോലെ ഇപ്പൊ ടാറ്റയുടെ ഈ ഫീച്ചർ ഇൻകോ മോഡും കൂടി പറയുന്നുണ്ടല്ലോ, നമുക്ക് 16-17 റേഞ്ചിൽ എന്തായാലും ലോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻകോ മോഡിലെ കാര്യം പറഞ്ഞാൽ വണ്ടി ഒരു മിതമായ രീതിയിൽ പവർ ഉണ്ടാവും. അത് കാല് വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സുഖമായിട്ട് റോഡ് കൊണ്ട് പോകുമ്പോൾ അത്ര പവർ കുറവായിരിക്കും. അടുത്തത് പിന്നെ ഇതിന്റെ ഒരു ലോഡ് ബോഡി കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു വലിയൊരു ലോഡ് ബോഡിയുടേതായ ഒരു ഫീൽ ഉണ്ടല്ലേ? അതിനല്ല ഇത് നമ്മളൊക്കെ പറഞ്ഞല്ലേ V30 3 V30 നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് അതിന് 8.5 ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം 10 അടിയാണ്. ഇതിന്റെ ഒന്നുണ്ട് V50 പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ട്. പക്ഷെ ഞാൻ അതാ നോട്ടിട്ടിരുന്നത്. പക്ഷെ അതിന്റെ ശേഷമാണ് ഇത് വന്നത്. അതെ, അതിലാറെ ഒന്നുകൂടി ബോഡിക്ക് സ്പേസ് കൂടുതൽ വണ്ടിക്കാ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ലോങ് പോവാണെന്നുണ്ടെങ്കിൽ തന്നെ ദൂരയാത്രയിൽ ഒറ്റ ട്രിപ്പിൽ കുറെ ലോഡ് കൊണ്ടുപോകാൻ ഒറ്റ ട്രിപ്പിൽ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം കൊണ്ട് എക്സ്പെൻസ് കുറവാണെന്നുള്ള തോന്നുന്നതാണ്. അതുകൊണ്ടാണ് സ്പെയർ വീലൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. സെയിം സൈസ് തന്നെ വരുന്ന സ്പെയർ വീലൊക്കെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? വണ്ടി ചവിട്ടിയെ കിട്ടുമോ? ചവിട്ടി ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്ക് ആണ്, ബാക്കിൽ പിന്നെ റമ്മാണ്. എന്നാലും മോശമില്ലാത്ത രീതിയിലുള്ള അതെ നമ്മള് എങ്ങനെയാലും നമ്മള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടല്ല നമ്മളിത് ബുക്ക് ചെയ്യുള്ളൂ. അതെ, ഇത് ആഡ് ബ്ലൂ ആണ്. മറ്റേത് V30ക്ക് ആഡ് ബ്ലൂ ഇല്ല, വരുന്നില്ല. V50 വരുന്നുണ്ട്, V70 ഉണ്ട്. അപ്പൊ പിന്നെ നമ്മള് V50 ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മള് ഷോറൂമിൽ വന്ന് നോക്കുമ്പോ ഇത് സാധനം ഓൾറെഡി ഇപ്പൊ അവിടെ സ്റ്റോക്ക് അവിടെ വണ്ടി വന്ന് കാണുന്നു. അങ്ങനെയാണ്. പിന്നെ ഇത് നമുക്ക് അതെ വണ്ടി ഇവിടുത്തെ ടാറ്റന്റെ വണ്ടി തന്നെ ഓൾറെഡി ഒന്നും മോശമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു E70 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഏകദേശം അതാണ്. നമുക്ക് എന്തായാലും വാഹനത്തിനകത്ത് ചെയ്തൊരു ഡ്രൈവ് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ വാഹനം എടുത്തുകൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് വന്നേക്കുവാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് ഫറൂഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളതിൻ്റെ പോക്കറ്റ് റോഡിലേക്കാണ് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1497 cc DI എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 80 HP ആണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ 220 Nm ഓഫ് ടോർക്കും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഗിയർ നോബ് അത്യാവശ്യം നല്ല കുട്ടി ഗിയർ നോബാണ്. കൈയുടെ അടുത്തെത്താൻ മാത്രം പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഗിയർ നോബാണ്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള വലിയ അക്കങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു വിസിബിലിറ്റി കിട്ടും നമ്മൾ ഓടിക്കുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ. പിന്നെ USB സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഗ്ലൗ ബോക്സ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പിടിച്ചിരിക്കാനൊക്കെ സാധിക്കും ഈ ഒരു വണ്ടിക്കകത്ത്. പിന്നെ ഓടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി വണ്ടി ഓടിക്കുന്ന ഫീലോട് കൂടി തന്നെയാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നതെങ്കിലും നമ്മുടെ ബാക്കിൽ വലിയൊരു ലോഡ് ബോഡി ഉണ്ടെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും വേണം കേട്ടോ. കാല് കൊടുത്തു കഴിഞ്ഞാൽ ടെർബോ കിക്കിങ് ചെയ്ത് വണ്ടി ഇതാ ഒന്ന് പൊക്കോളും. പിന്നെ അത്യാവശ്യം കുറച്ച് ഉയരത്തിലൊക്കെ ഇരുന്ന് തന്നെയാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്നത്. ചെറിയ രീതിയിലൊരു കമാൻഡിങ് റൈഡർ പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സീറ്റിംഗ് അത് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം മാക്സിമം ബാക്കിൽ ആ ലോഡ് ബോഡി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു സീറ്റ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്ന് പോകണം. പക്ഷേ എന്നിരുന്നാലും സീറ്റിന് ആ ഒരു മുഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ദൂരങ്ങളൊക്കെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. കയറ്റം വന്നാലൊക്കെ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. കാല് കൊടുത്ത് വണ്ടി നേരെ കയ്യിലേക്ക് പൊക്കോളും. പിന്നെ
പിന്നെ ഇനിയിപ്പോ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു വാഹനത്തിന്റെ പുറകിൽ വന്നിരിക്കുന്ന ലോഡ് ബോഡി അതൊരു അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ലോഡ് ബോഡിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ച് വേണം അതും ഈ ഒരു വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനെ സഹായിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ റിയർ വ്യൂ മിറേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വീതിയുള്ള റിയർ വ്യൂ മിററാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിലുള്ള ലോഡ് ബോഡി കൃത്യമായിട്ട് കാണാനൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് ഓടിച്ച് പോകാനായിട്ട്. വേറൊരു പിക്കപ്പ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സോ ആ ഒരു പിക്കപ്പിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഒരു ഉയരത്തിലിരുന്നാണ് പോകുന്നത് ഈ ഒരു വാഹനം. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 35 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതോടൊപ്പം തന്നെ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത് 3210 കിലോഗ്രാം ആണ്. അപ്പോൾ എന്നിരുന്നാലും അടിപൊളിയാണ്. ഫൈസൽക്കാരുടെ വണ്ടി നമ്മളങ്ങനെ ഓടിച്ചു. നമുക്ക് എന്തായാലും തിരിച്ച് വാഹനം കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വാഹനം ഓടിച്ച് ചെറിയൊരു സ്പിന്നൊക്കെ കഴിഞ്ഞ് വന്നു തിരിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പിക്കപ്പ് സെഗ്മെന്റിൽ തന്നെ ഒരു വലിയൊരു കുഞ്ഞൻ വാഹനങ്ങളുടെ കൺസെപ്റ്റിലാണെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ കൂട്ടത്തിലെ വലിയവനെന്ന് വിളിക്കാൻ പറ്റുന്ന ഇൻട്രാ V70 വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.